ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ അടുത്ത മാസം 13 വരെ റിമാൻഡ് ചെയ്തു. പെരുമ്പാവൂർ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ പ്രതിയെ നടപടികൾ പൂർത്തിയാക്കി കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചു. കൂടുതൽ വിവരങ്ങൾ സമീർ നൽകും. സമീർ, 13 വരെ അമീറുലിനെ കസ്റ്റഡിയിൽ റിമാൻഡ് കാലാവധി 13 വരെയാണ് നീട്ടിയിരിക്കുന്നത്. ഇനി പോലീസിന് മുമ്പിലുള്ള കടമ്പകൾ എന്തൊക്കെയാണ്? അഞ്ജു, ഇനി പ്രധാനമായും ശക്തമായ കുറ്റപത്രം തയ്യാറാക്കുക എന്നുള്ള നടപടികളാണ് പോലീസിന് മുമ്പിലുള്ളത്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ ഈ അമീറുൽ ഇസ്ലാം തന്നെയാണ് കൊല നടത്തിയത് എന്ന് സ്ഥിരീകരിക്കാവുന്ന വ്യക്തമായ തെളിവുകൾ പോലീസിന് കൈവശം ലഭിച്ചിരിക്കുന്നു. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി, അതോടൊപ്പം തന്നെ അന്ന് അമീറുൽ ഇസ്ലാം ധരിച്ചിരുന്ന വസ്ത്രം തുടങ്ങിയിട്ടുള്ള തെളിവുകളും അതോടൊപ്പം തന്നെ DNA പരിശോധനാ ഫലം അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം പ്രതിയെ അയൽവാസിയായിട്ടുള്ള ജിഷയുടെ അയൽവാസിയായിട്ടുള്ള സ്ത്രീയും ചെരുപ്പ് വാങ്ങിയ കട ഉടമയും അതോടൊപ്പം തന്നെ അന്ന് പ്രതിയെ കൊണ്ടുവിട്ട ആലുവ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവിട്ട ഓട്ടോ ഡ്രൈവർ അടക്കമുള്ളവർ തിരിച്ചറിഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം ലഭിച്ച സാഹചര്യത്തിൽ പ്രതി ഇയാൾ തന്നെയാണ് കൊല നടത്തിയത് പോലീസ് ഉറപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി പ്രതിക്ക് ശക്തമായ അല്ലെങ്കിൽ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ശക്തമായ കുറ്റപത്രം തയ്യാറാക്കുക എന്നുള്ളതാണ് പോലീസിന് മുമ്പിലുള്ള കടമ്പ. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, ലൈംഗിക വൈരുദ്ധ സ്വഭാവമുള്ള പ്രതി ഒരു ആടിനെ ലൈംഗിക വൈരുദ്ധ തരത്തിൽ ഉപയോഗിച്ചതായുള്ള ഒരു പരാതി കൂടി കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായും പ്രതിയെ ഒരുപക്ഷെ ഇനിയും പോലീസ് കസ്റ്റഡി വാങ്ങിയേക്കും. എന്നാൽ ഇന്ന് കോടതി നടപടികളിലൊന്നും തന്നെ പോലീസ് പ്രതിയെ കസ്റ്റഡി വാങ്ങുന്ന നടപടികളിലേക്ക് പോയില്ല. ഇത്തരം ദിവസങ്ങൾ ഒരുപക്ഷെ കസ്റ്റഡി കൂടെയായിരുന്നു ആലുവ പോലീസ് ക്ലബിൽ നിന്നും പ്രതിയെ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് മുമ്പിൽ എത്തിച്ചത്. അതിനുശേഷം 4:20 കോടതി നടപടികൾ ആരംഭിച്ചു. പ്രധാനമായും പ്രതിയോട് മജിസ്ട്രേറ്റ് ചോദിച്ചത് എന്തെങ്കിലും പരാതികൾ ഉണ്ടോ എന്നുള്ളതായിരുന്നു. എന്നാൽ തനിക്ക് ഒരു പരാതിയും ഇല്ല എന്നാണ് ദ്വിഭാഷിയുടെ സഹായത്തോടുകൂടെ പ്രതി മജിസ്ട്രേറ്റിന് നൽകിയ മറുപടി. മറ്റു പ്രധാനപ്പെട്ട കാര്യം, പ്രതിയെ ഇനി ജയിലിലേക്കാണ് പ്രതിയെ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജയിലിലെത്തി നേരിൽ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനുള്ള അനുമതി നൽകണം എന്നാണ് പ്രതിയുടെ അഭിഭാഷകൻ കോടതിയോട് അഭ്യർത്ഥിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. നാളെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ കോടതി പരിഗണിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോടതി നടപടികളെല്ലാം തന്നെ ഇത് ഇന്നത്തെ പൂർത്തിയാക്കുകയും അതോടൊപ്പം തന്നെ ഇനി അടുത്ത മാസം 13 വരെയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതിയെ 25 കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചു. ഇനി പ്രതിയെ കാലാവധി തീരുന്നത് ഇവിടെയായിരിക്കും പ്രതിഷ്ഠാവുക. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇനി വരും ദിവസങ്ങളിൽ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നടപടി കൂടി വ്യക്തമാണ്. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ റിമാൻഡ് കാലാവധി ജൂലൈ 13 വരെ നീട്ടിയിരിക്കുന്നു. വിവരങ്ങളാണ് സമീർ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ദില്ലിയിൽ മലയാളി സ്കൂൾ വിദ്യാർത്ഥി രജത്തിനെ അടിച്ചുകൊന്ന 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. മർദ്ദനത്തിന് ശേഷം അക്രമി രജത്തിനെ ബൈക്കിൽ ആശുപത്രിയിൽ എത്തിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തായി. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുകയാണ്. മനു, 3 പേർ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണോ പ്രതികളിലേക്ക് വേഗം പോലീസിനെ എത്താൻ സഹായിച്ചത്? സമീപവാസികളുടെ കൂടി മൊഴി കൂടി രേഖപ്പെടുത്തി ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദില്ലി പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി നിലവിൽ രജത്ത് ഉൾപ്പെടെയുള്ള 3 സഹപാഠികളെയും മർദ്ദിച്ച പാൻ മസാല ജീവനക്കാരൻ ഉൾപ്പെടെ പാൻ മസാലയിലെ കടയുടമയും ഒപ്പം മക്കളായ 2 പേരെ കൂടിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ മക്കളായ 2 പേർക്കും നിലവിൽ പ്രായപൂർത്തി ആയിട്ടില്ല. അതിനാൽ ഈ 3 പേർക്കെതിരെയും നിലവിൽ ഇപ്പോൾ IPC 302 അടക്കം കൊലപാതക കുറ്റമടക്കം ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യ സമയങ്ങളിൽ ഈ വിദ്യാർത്ഥിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും നൽകാനാകില്ല എന്നായിരുന്നു പോലീസ് നിലപാട് സ്വീകരിച്ചത്. ഇതിന് പിന്നാലെ ഈ ബോഡി ഏറ്റുവാങ്ങാൻ വിദ്യാർത്ഥിയുടെ കുടുംബാംഗങ്ങളും തയ്യാറായില്ല. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം വിദ്യാർത്ഥിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഹോസ്പിറ്റലിലും അരങ്ങേറി. ഇതിന് പിന്നാലെ വലിയ രീതിയിൽ മലയാളി അസോസിയേഷനിലെ ആളുകളും മറ്റും
മറ്റും പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് പോലീസ് നിലവിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ആദ്യ സമയങ്ങളിൽ ഈ പ്രതികളെയും മറ്റും അറസ്റ്റ് ചെയ്യാൻ പോലീസ് മന്ദഗതിയിലാണ് നീങ്ങിയത്. ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നുമില്ല. ഇതിന് പിന്നാലെ ഈ ജനങ്ങൾ തടിച്ചുകൂടുകയും നിലവിൽ ഈ പാൻ മസാല കട അടിച്ചു തകർക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ വലിയ രീതിയിലൊരു പ്രതിഷേധം ഈ പാൻ മസാല കടയടക്കം സ്ഥിതി ചെയ്യുന്ന മയൂർ വിഹാറിലടക്കം അരങ്ങേറുകയും ചെയ്തു. ഇതിന് പിന്നാലെ ആശുപത്രിക്കകത്തും പുറത്തുമുള്ള CCTV ദൃശ്യങ്ങളും പുറത്തായി. ഇതിൽ ഈ മർദ്ദിച്ച പാൻ മസാല കടയുടമയുടെ 2 മക്കൾ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 2 മക്കളും ഈ വിദ്യാർത്ഥിയെ അടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ തന്നെ ബൈക്കിന്റെ നടുക്കിരുത്തി 3 പേരും കൂടി ആശുപത്രിയിൽ എത്തുന്ന ദൃശ്യമാണ് കാണുന്നത്. ഇതിനുശേഷം ഈ വിദ്യാർത്ഥി ഇവർ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വലിയ രീതിയിലുള്ള ഒരു മർദ്ദനം ഈ വിദ്യാർത്ഥിക്ക് ഏറ്റിരുന്നു എന്ന് സഹപാഠികൾ മൊഴി നൽകിയിരുന്നു പോലീസിന്. ആ മൊഴി സ്ഥിരീകരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കൂടി പുറത്തായി. വിദ്യാർത്ഥിയുടെ കഴുത്തും മറ്റും അടിച്ചു തൂങ്ങിയ ഒരു നിലയിലായിരുന്നു. അതിനാൽ വലിയ രീതിയിലൊരു മർദ്ദനം തലയ്ക്ക് തന്നെ ഇവർ ഏൽപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നാലെ നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ അനുസരിച്ച് ശരീരത്തിനകത്ത് വലിയ രീതിയിൽ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് പോലീസ് നിലപാട് സ്വീകരിച്ചത്. അതിനാൽ വ്യക്തമായ ഒരു തെളിവ് ലഭിച്ചിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്യാനാകില്ല എന്നൊരു നിലപാടും പോലീസ് സ്വീകരിച്ചിരുന്നു. അതിനാൽ കൂടുതൽ ആന്തരിക അവയവങ്ങളും മറ്റും പരിശോധന നടത്തിയതിനു ശേഷമേ ഈ പ്രതികളെ പിടികൂടാനാകൂ എന്നൊരു നിലപാട് ആദ്യം ദില്ലി ACP അടക്കം പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ MP രാജേഷ് MP, PK ബിജു MP അടക്കമുള്ളവർ ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോട് ഉടനടി ഇടപെടൽ നടത്തണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 3 പ്രതികളെയും കൊലപാതക കുറ്റമടക്കം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വ്യക്തമാണ്. മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യതലസ്ഥാനത്ത് ലഹരി മാഫിയയും പോലീസും തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്നതാണ് വിദ്യാർത്ഥിയുടെ മരണമെന്ന് സമീപവാസികളുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു. കാരണം നമ്മുടെ ഈ മലയാളി തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് ഈ ഇവിടുത്തെ പോലീസുകാർ ഇവർക്കെല്ലാം അനുകൂലമായിട്ടാണ് സഹകാരം. കാരണം ഇപ്പം ഇതുവരെ കട അടച്ചില്ല. തല്ലിക്കൊന്ന ഇപ്പോഴാണ് എപ്പിച്ചിട്ട് പോയത്. അത് ശരിയായ കാര്യമല്ല. കാരണം നമ്മളെപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ കട അടപ്പിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. അമ്മമാരെ പിടിക്കണം, എത്രയും പെട്ടെന്ന് പിടിക്കണം. കാരണം നമ്മുടെ മലയാളി കുഞ്ഞുങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നതാണ്. അവർ പോകുമ്പോഴും വരുമ്പോഴും പഠിക്കേണ്ട സമയത്ത് അവർക്ക് ഇങ്ങനെയുള്ള മയക്കുമരുന്ന് കൊടുത്ത് അവർ ഉപയോഗപ്പെടുത്തുന്ന ശരിയായ കാര്യമല്ല. മർദ്ദനത്തിന് കാരണം ഏതോ സാധനം മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമുണ്ടായി. അപ്പോൾ പിള്ളേർ ഈ പാൻകടക്കാരൻ ഇപ്പം നിന്ന ആ പിള്ളേരുടെ അച്ഛനാണ് നിന്നത്. ഇപ്പോൾ പോലീസ് വന്നപ്പോഴും അയാൾ ഇവിടെ കട തുറന്നുകൊണ്ട് നിൽക്കുക. ഈ പോലീസുകാർ ഈ പാൻമസാലക്കാർ സപ്പോർട്ടാ. ഇപ്പം നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഇവർ പോലീസുകാർ വന്നു പറഞ്ഞാൽ അയാൾ കട തുറന്നു വെച്ച് ഇപ്പം അയാളെ വിളിച്ച് ഈ ഹോട്ടലിൽ കയറ്റി കാറെ കയറ്റിക്കൊണ്ട് വന്ന് നിങ്ങൾ തന്നെ കണ്ടതല്ലേ. ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ മുതൽ സ്റ്റേഷനിൽ പോയി ആൾക്കാർ പരാതി കൊടുത്തിട്ട് അവരന്വേഷിക്കാൻ തയ്യാറല്ലായിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ രൂക്ഷമെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ചെലവിലെ ധൂർത്തും നികുതി വരുമാനത്തിലുണ്ടായ ഇടിവും പ്രതിസന്ധിയിലേക്ക് നയിച്ചു. മാർച്ച് 31-ന് ട്രഷറിയിൽ 1643 കോടി രൂപ മിച്ചമുണ്ടെന്ന ഉമ്മൻചാണ്ടിയുടെ വാദം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ്. പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളിൽ കുറവ് വരുത്താതെ റവന്യൂ ചെലവ് നിയന്ത്രിക്കുമെന്നും ധവളപത്രത്തിൽ പറയുന്നു. സാമ്പത്തിക രംഗത്തെ ഗുരുതര സ്ഥിതി വിശദീകരിക്കുന്ന ധവളപത്രം പ്രതിസന്ധിയുടെ കാരണങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവിനങ്ങളിലെ ക്രമാതീതമായ വർധനയും നികുതി പിരിവിലെ കെടുകാര്യസ്ഥതയും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി. 2006-11 കാലഘട്ടത്തിൽ 17.4% നികുതി പിരിവിലെ വളർച്ച 12.4 കുറഞ്ഞു. വായ്പ എടുക്കുന്ന മുഴുവനും ദൈനംദിന ചെലവിനെടുത്തു കഴിഞ്ഞാൽ പിന്നെ വാട്ട് ഈസ് ലെഫ്റ്റ് ഓഫ് ദ ഗവൺമെന്റ്? നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എങ്ങനെ ഈ മാന്ദ്യകാലത്ത്? ഇതാണ് ടോട്ടൽ കൊളാപ്സ് ഓഫ് ഫിസ്ക്കൽ സ്റ്റെബിലിറ്റി. ഇതാണ് UDF സർക്കാരിൻ്റെ നീക്കിബാക്കി. കോടതി കിടക്കുന്ന കേസുകൾ എത്ര നാളായിട്ട് കിടക്കുന്നു, അതും തീർക്കാൻ വല്ല ശ്രമമുണ്ട്. സോ ഈ കെടുകാര്യസ്ഥ എവിടെ നിന്നാണ് വരുന്നത്? ഇതേ ഉദ്യോഗസ്ഥന്മാരല്ലേന്ന് 5 വർഷം മുമ്പ് ഈ എക്സംപ്ലറി പെർഫോമൻസ് 18% പെർ ആനം നടത്തിയത്? ആ ഉദ്യോഗസ്ഥന്മാരെന്താ ഒരു ദിവസം കൊണ്ടങ്ങ് മോശമായി? അവിടെയാണ് അഴിമതി വരുന്നത്. മുകളിൽ നിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം ദുഷിപ്പ് താഴേക്ക് വരും. 1634 കോടി രൂപ മിച്ചം വെച്ചാണ് കഴിഞ്ഞ സർക്കാർ പുറത്തുപോയതെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അവകാശവാദം ധവളപത്രം തള്ളിക്കളയുന്നു. അടിയന്തര ബില്ലുകൾക്ക് പണം നൽകിയതോടെ 173 കോടി രൂപയുടെ കമ്മിയാണ് ട്രഷറിയിൽ ബാക്കിയുണ്ടായിരുന്നത്. മാർച്ച് 31-ന് 1600 കോടി രൂപ നീക്കിയിരിപ്പ് ട്രഷറിയിൽ ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
ഞങ്ങളൊരു ചെറിയ കാര്യം ചെയ്തു. ആ ദിവസം കൊടുക്കാൻ ബാക്കിയുള്ള ബില്ലുകൾ, ബാധ്യതകളല്ല, ട്രഷറിയിൽ പണം പിൻവലിക്കാൻ ബില്ല് കൊടുത്തിട്ട് അത് നാളെ തരാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന ബില്ലുകൾ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ -176 അന്നത്തെ ബാലൻസ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പ്രധാനപ്പെട്ട 3 നിർദ്ദേശങ്ങളാണ് ധവളപത്രം മുന്നോട്ട് വെക്കുന്നത്. നികുതി പിരിവിൽ 20 മുതൽ 25% വരെ വർധന വരുത്തുക, പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളിൽ കുറവ് വരുത്താതെ പദ്ധതിയിതര ചെലവ് കർശനമായി നിയന്ത്രിക്കുക, സംസ്ഥാനത്തിന്റെ പൊതുമൂലധന നിക്ഷേപം ഉയർത്തുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി വ്യക്തമാക്കുന്ന ധവളപത്രം സാമ്പത്തിക മുരടിപ്പ് മറികടക്കാനായി മൂലധന നിക്ഷേപത്തിൽ വർധനവ് ഉറപ്പുവരുത്തുന്നുണ്ട്. നിയമസഭയിൽ നിന്നും MR സജേഷനും S ഷീജയ്ക്കുമൊപ്പം ജിതിൻ ചന്ദ്രൻ. ധനമന്ത്രി തോമസ് ഐസക് സഭയുടെ മേശപ്പുറത്ത് വെച്ചത് ധവളപത്രമല്ലെന്നും കരിമ്പത്രികയാണെന്നും മുൻ ധനമന്ത്രി K മാണി. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സത്യസന്ധമായി വിലയിരുത്തുകയോ വസ്തുതാപരമായി അവലോകനം ചെയ്യുകയോ ചെയ്തിട്ടില്ല. സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാര നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ധവളപത്രത്തിന് സാധിച്ചിട്ടില്ലെന്നും മാണി പറഞ്ഞു. ഇതിപ്പോൾ ഒരു വൈറ്റ് പേപ്പറാണോ ബ്ലാക്ക് പേപ്പറാണോ എനിക്കൊരു സംശയം. ഇതിലെ മുഴുവൻ ഒരു സാമ്പത്തിക രേഖ എന്നുള്ളതിന് ഉപരി ഇതൊരു രാഷ്ട്രീയ രേഖയാക്കി ഇതിനെ മാറ്റുകയുണ്ടായി. മുൻകാല ഗവൺമെൻറ്റിനെ മുഴുവൻ കുറ്റപ്പെടുത്തുക, അതിന് വേണ്ടി മുഴുവൻ സമയമെടുത്തിരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സത്യസന്ധമായി വിലയിരുത്തുകയോ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെ അത് അവലോകനം ചെയ്യുകയോ പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ മദ്യനയം പരാജയമായിരുന്നുവെന്ന് TP രാമകൃഷ്ണൻ. യാഥാർത്ഥ്യബോധമില്ലാതെ മദ്യനയം നടപ്പാക്കിയതിനാൽ സംസ്ഥാനത്ത് കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം കൂടിയതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കാനുള്ള സമഗ്ര പദ്ധതി ഈ വർഷം നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ബാർക്കോഴ കേസിൽ സ്വകാര്യ അഭിഭാഷകനെ കൊണ്ടുവന്നത് സംബന്ധിച്ച് പരിശോധന നടത്താൻ ഗുഡ് ഗവേണൻസ് ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചതായി മന്ത്രി AK ബാലൻ സഭയെ അറിയിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ മദ്യനയം സംബന്ധിച്ചുള്ള M സ്വരാജിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് മദ്യനയം പരാജയമായിരുന്നുവെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചത്. യാഥാർത്ഥ്യബോധമില്ലാതെ നടപ്പാക്കിയ മദ്യനയത്തിന്റെ പരിണിതഫലമായി സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ഉപയോഗം വർദ്ധിച്ചു. എക്സൈസ് വകുപ്പ് 2013 793 നാർക്കോട്ടിക് കേസുകളും 2014 970 കേസുകളും രജിസ്റ്റർ ചെയ്തു. എന്നാൽ മദ്യനയം നടപ്പാക്കിയ 2015 കേസുകളുടെ എണ്ണം 1430 വർദ്ധിച്ചതായി ചൂണ്ടിക്കാട്ടിയ മന്ത്രി മദ്യവർജനത്തിലൂന്നിയ മദ്യനയമാണ് പുതിയ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും നിയമസഭയിൽ വ്യക്തമാക്കി. കേരളത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുന്നതിനും ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നതിനും സമഗ്രമായ പദ്ധതി ഈ വർഷം തന്നെ നടപ്പാക്കുമെന്നും തൊഴിൽ വകുപ്പ് മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഇവരുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുന്നതിനും ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നതിനും ലക്ഷ്യമിട്ട് സമഗ്രമായ ഒരു പദ്ധതി ഈ സാമ്പത്തിക വർഷം തന്നെ നടപ്പിലാക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു. സംസ്ഥാനത്തെ ഭവനരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഈ സാമ്പത്തിക വർഷം 5000 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. ഭൂരഹിതരായ 26,210 പട്ടികജാതിക്കാരും 10,517 പട്ടികവർഗക്കാരും സംസ്ഥാനത്തുണ്ട്. 5 വർഷം കൊണ്ട് ഇവരുടെ ഭൂമി ഭവന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ബാർക്കോഴ കേസിൽ നിയമസഹായ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തിയോ എന്ന് പരിശോധിക്കാൻ ഗുഡ് ഗവേണൻസ് ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചതായും അദ്ദേഹം സഭയെ രേഖാമൂലം അറിയിച്ചു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരുന്ന അഞ്ജു ബോബി ജോർജ് കൗൺസിൽ ഫണ്ടിൽ നിന്നും 40,552 രൂപ ചിലവഴിച്ച 7 വിമാനയാത്രകൾ നടത്തിയതായും 59,032 രൂപ ഓണറേറിയമായി കൈപ്പറ്റിയതായും കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. അബ്ദുൽ നാസർ മദനിക്ക് നാട്ടിൽ പോകാൻ സുപ്രീം കോടതിയുടെ അനുമതി. അമ്മയെ കാണാൻ നാട്ടിൽ പോകാം, ദിവസവും വിചാരണയ്ക്കെത്തണമെന്ന നിബന്ധന ഒഴിവാക്കി. തലശ്ശേരിയിലെ ദളിത് യുവതികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിന് നിരക്കാത്തതാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ഷുക്കൂർ വധക്കേസിൽ CBI അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ ശ്രമിച്ചെന്നും സുധീരൻ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. സഭയെ തെറ്റിദ്ധരിപ്പിച്ച, അതുവഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രി ചുരുങ്ങിയ പക്ഷം ഒരു ഖേദപ്രകടനം നടത്താനെങ്കിലും തയ്യാറാകണം. നിയമസഭയിലും സഭ മുഖാന്തിരം ജനങ്ങളോടും ഈ സംഭവിച്ച തെറ്റിന്, ഈ ഒരു വീഴ്ചയ്ക്ക് ചുരുങ്ങിയ പക്ഷം ഖേദപ്രകടനത്തിനെങ്കിലും തയ്യാറാകേണ്ടത് ആവശ്യമാണ്.
മുല്ലപ്പെരിയാറിൽ പൊതുവായ നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു പണിയെടുക്കേണ്ട ആളല്ല മുഖ്യമന്ത്രിയെന്നും ഒരു PROയുടെ പണിയെടുക്കേണ്ട ആളല്ല മുഖ്യമന്ത്രിയെന്നും മാധ്യമങ്ങളോട് ഒരു തരത്തിലുള്ള അനിഷ്ടവും ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഴിമതിയും വികസനവും ഒരുമിച്ച് പോകില്ലെന്നും മുഖ്യമന്ത്രി നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ വ്യക്തമാക്കി. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയം സഭ വോട്ടിനിട്ട് പാസാക്കി. നിയമസഭയിൽ 3 ദിവസമായി നടന്ന നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കിയത്. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ പൊതുവായ നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു. ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മാധ്യമങ്ങളോട് തനിക്ക് ഒരു തരത്തിലെ അനിഷ്ടവുമില്ല. മാധ്യമങ്ങളെ കാണേണ്ട സമയത്ത് താൻ കാണും. എന്നാൽ ഒരു PRO പണിയെടുക്കേണ്ട ആളല്ല മുഖ്യമന്ത്രിയെന്നും അദ്ദേഹം മറുപടി നൽകി. പത്രക്കാരെ ഞാൻ അവഗണിക്കുന്ന പ്രശ്നമൊന്നുമില്ല. പത്രസമ്മേളനത്തോട് എനിക്ക് വിരോധമില്ല. പത്രസമ്മേളനം നടത്തേണ്ട ഘട്ടത്തിൽ നടത്തും. പക്ഷേ ഒരു PRO പണിയെടുക്കേണ്ട ആളാണ് മുഖ്യമന്ത്രി എന്ന ധാരണ എനിക്കില്ല. തലശ്ശേരി സംഭവത്തിൽ അന്വേഷണം അതിന്റെ രീതിക്ക് നടക്കട്ടെയെന്നും മുഖ്യമന്ത്രി തന്നെ കേസിന്റെ വിവരം നൽകേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചില അവതാരങ്ങൾ താങ്കൾ കരുത്തനാണെന്ന് പറഞ്ഞുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടി ഇങ്ങനെയായിരുന്നു. പ്രതിപക്ഷ നേതാവിന് അറിയാലോ, നല്ലതുപോലെ അറിയാലോ, അങ്ങക്ക് അറിയാലോ, ഞാനൊരു കരുത്തനൊന്നും അല്ലാതെ, ഞാനൊരു മഹാസാധു ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ കരുത്തനെന്ന് വിശേഷിപ്പിക്കുന്നത് കൊണ്ടൊന്നും വീണു പോകേണ്ട കാര്യം എനിക്കില്ല. അതിന് അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ടതായിട്ടില്ല. അഴിമതിയും വികസനവും ഒരുമിച്ച് പോകില്ല. അതുകൊണ്ട് തന്നെ അഴിമതി പൂർണ്ണമായും തടയും. അതേസമയം വികസനത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി മറുപടി പ്രസംഗം അവസാനിപ്പിച്ചത്. തുടർന്ന് നിയമസഭ വോട്ടിനിട്ട് നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയം പാസാക്കി. രാവിലെ MBBS പ്രവേശനത്തിലെ അനിശ്ചിതത്വത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് പുതിയ മെഡിക്കൽ കോളേജിന് അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ MLA-മാർ സഭാ കവാടത്തിൽ സത്യാഗ്രഹമിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് മെഡിക്കൽ മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോഗ്യമന്ത്രിയും മറുപടി നൽകി. നിയമസഭയിൽ നിന്നും S. ഷീജ.